കഞ്ഞി ഒരുക്കുന്നു. സുബ്ഹാനല്ലാഹ്. ആ മയ്യത്തിനേതാ പഴയതുപോലെ വളയാറ് കുലുങ്ങാറ് ചുമന്നുകൊണ്ടുവരുന്നു. ആ കഫംപുടവയുടെ മുകളിലേക്ക് വെക്കുമ്പോൾ പിന്നെ സമയമില്ലല്ലോ. ഇന്ന് മുതൽ പിന്നെ ജീവിക്കാനുള്ള പള്ളിക്കാടിലേക്ക് പോകണമല്ലോ. അതിനുവേണ്ടി ഒരുങ്ങിയിരിക്കുന്ന ആ മയ്യത്തിനെ പൊതിയുകയാണ്. അത്ര കുടഞ്ഞ് പഞ്ഞി വെച്ചുകൊണ്ടരാ കഫം തുണിയുടെ ഒന്നാമത്തെ തുണി എടുക്കുന്നു, മറുതുണി കൊണ്ട് ചുറ്റുന്നു. അടുത്ത തുണി എടുക്കുന്നു, മറുതുണി കൊണ്ട് ചുറ്റുന്നു. അങ്ങനെ ചുറ്റിയിട്ടരാ ആ മയ്യത്തിന്റെ കാലിന്റെ ഭാഗം കെട്ടുമ്പോ ആ മയ്യത്തിന്റെ റൂഹ് പറയുന്നു, യാ ഹിബായി, എന്നെ ഇഷ്ടപ്പെടുന്നവര്, എന്നെ സ്നേഹിക്കുന്നവര്, എന്റെ മയ്യത്ത് പരിപാലനത്തിന് വേണ്ടി വന്നവര്, ലാ തശുദ്ധ കഫന റഅസി, എന്റെ തലയുടെ ഭാഗം കെട്ടല്ലേ. എന്റെ കാല് കെട്ടിയതുപോലെ പെട്ടെന്ന് എന്റെ തലയുടെ ഭാഗം കെട്ടല്ലേ. ഹത്താ അറാ വജ്ഹ അഹ്ലി, എന്റെ കുടുംബത്തിന്റെ മുഖം ഞാനൊന്ന് കണ്ടോട്ടെ. എന്റെ പ്രിയപ്പെട്ട മക്കൾക്ക് വാപ്പാന്ന് പറഞ്ഞാൽ അത്ര ജീവനായിരുന്നു. അതുകൊണ്ട് മക്കളെ ഒന്നുകൂടി കണ്ടോട്ടെ. ഇന്ന് ഞാൻ അവരെ പിരിയുന്ന ദിവസമാണ്. എന്റെ ഭാര്യയെ കണ്ടോട്ടെ, എന്റെ ഉമ്മാനെ കണ്ടോട്ടെ, എന്റെ വാപ്പാനെ കണ്ടോട്ടെ, എന്റെ മക്കളെ കണ്ടോട്ടെ. അവരവസാനമാറി എന്റെ മുഖമൊന്ന് കണ്ടോട്ടെ. ഈ തുണി കൊണ്ടങ്ങ് മൂടിയിട്ടങ്ങ് കെട്ടിയാ ഇത് അവസാന കാഴ്ചയല്ലേ. ഇത് കെട്ടിപ്പോയാൽ കാണാൻ പറ്റൂലല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, ഓർത്തിട്ടുണ്ടോ? ആ ഒരു രംഗത്തെ കുറിച്ച് ഓർത്തിട്ടുണ്ടോ? അവരും ഇവരും മാത്രമല്ല മരിക്കുന്നത്. പെണ്ണേ, എന്റെ പ്രിയപ്പെട്ട സഹോദരാ, നീയും മരിക്കുന്നതാണ്, ഞാനും മരിക്കുന്നതാണ്. എപ്പോഴും ചിന്തിക്കണേ. നിങ്ങൾ പറയുമല്ലോ, വാക്ക് വിദ്വാ ചെയ്യുമ്പോ എന്താ കരയുന്നത്? കണ്ണിലും മരന്ന് പുരട്ടിയിട്ടല്ല മോനെ. എന്റെ മരണത്തെ കുറിച്ച് ഞാൻ ചിന്തിക്കാറുണ്ട്. ചിന്തിക്കണം. അതിനേക്കാൾ അത് ചിന്തിക്കാൻ പറ്റാത്ത എപ്രവൃത്തികെട്ട ചിന്തയാണ് മോനെ നിന്റെ മനസ്സിനെ പിടിച്ചടക്കിയിരിക്കുന്നത്. അതുകൊണ്ട് കരയാതെ ദുആ ചെയ്യല്ലേ, കരയാതെ ആമീൻ പറയല്ലേ. നമ്മൾ മരിക്കുമ്പോ നമ്മുടെ മക്കളെടുത്തിരുന്ന് പൊട്ടിക്കരയുന്ന രംഗമെന്ന് ഓർത്തു നോക്കുക. നമ്മളില്ലാതെ നമ്മുടെ മക്കള് ജീവിക്കുന്ന മോശമായ ദാരുണമായ രംഗത്തെ കുറിച്ച് ചിന്തിച്ചു നോക്കുക. യതീഖാനയുടെ ഒരു ഗ്ലാസ് ചായക്ക് വേണ്ടി പൊട്ടിക്കരന്നുകൊണ്ട് വാപ്പയില്ലാത്ത നമ്മുടെ മക്കള് കാത്തിരുന്ന് തളർന്നു വീഴുന്ന രംഗത്തെ കുറിച്ച് ചിന്തിക്കാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾക്ക് കഴിയുമോ? അതുകൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാ. 4ാമത്തെ നമ്പരം അതാണ്. ആത്മാവിന്റെ 4ാമത്തെ നമ്പരം അതാണ്. കഫം പതിയുമ്പോ അത് കഴിഞ്ഞിട്ടോ 5ാമതൊരു നമ്പരമുണ്ട് മോളെ. അതെപ്പോഴെന്നറിയോ? ആ വീട്ടിന്റെ അകത്ത് നിന്ന് സന്തൂക്ക് പുറത്തു കൊണ്ടുവന്നെന്ന് പറയുമ്പോ അതാ 2 പേര് തല പിടിക്കുന്നു, 2 പേര് കാല് പിടിക്കുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇന്നലെ വരെ മനോഹരമായ കട്ടിൽ കിടന്നവര്, എസിയിൽ കിടന്നവര്, ലക്ഷക്കണക്കിന് രൂപ മുടക്കി വീട് വെച്ചിട്ട് സന്തോഷിച്ചവര്, എല്ലാ ആനന്ദങ്ങളും എല്ലാ സന്തോഷങ്ങളും അനുഭവിച്ചവര്, എവിടെ നിന്റെ വിലപിടിപ്പുള്ള വസ്ത്രങ്ങൾ എവിടെ? വെറും 3 തുണ്ട് വെള്ളത്തുണി കൊണ്ട് പൊതിഞ്ഞെടുത്തിട്ട് ഒന്നുമില്ലാതെ മോഡൽ കമ്മലെവിടെ? മോഡൽ വളയെവിടെ? മോഡൽ ചുരിദാർ എവിടെ? ഒരു കല്യാണത്തിന് പോകുന്നെങ്കിൽ എവിടെയൊക്കെ ചുമപ്പിക്കണം പെണ്ണ്, എവിടെയൊക്കെ പെയിന്റ് അടിക്കണം പെണ്ണ്, ചുണ്ടിനകത്ത് മരുന്ന് തേക്കുന്ന പെണ്ണ്, കണ്ണിന്റെ പിരിയത്തിൽ മരുന്ന് തേക്കുന്ന പെണ്ണ്, കണ്ണിന്റെ ഇമയിൽ മരുന്ന് തേക്കുന്ന പെണ്ണ്, അങ്ങനെ ഏതെല്ലാം മോഡൽ ശരീരത്തെ മിനുക്കിക്കൊണ്ട് ഒരുങ്ങിയിറങ്ങുന്ന മോളെ. ഇതാ കുറെ പഞ്ഞിയും അത്തറും വെച്ചുകൊണ്ട് നിന്നെ പൊതിഞ്ഞു. അങ്ങനെ പൊതിഞ്ഞുകൊണ്ട് പുറത്തിറങ്ങുമ്പോ 5ാമതാറോ പറയുന്നതെന്തെന്നറിയോ? മയ്യത്ത് ചുമക്കുന്നവരോട് പറയുകയാ, യാ ഹിബായി, എന്റെ സ്നേഹിതന്മാരെ, എന്റെ ഇഷ്ടക്കാരെ, എന്റെ മയ്യത്ത് പരിപാലനത്തിന് വന്ന കൂട്ടരെ,
എന്റെ വീടിന്റെ അകത്ത് ഒരാളുണ്ട്. ഇന്നേ ദിവസം തറക്തു ഇംറഅതി അർമില, എന്റെ ഭാര്യയുണ്ടല്ലോ, എന്റെ പ്രിയപ്പെട്ട ഭാര്യയെ ഞാനിതാ വിധവയാക്കിയിട്ട് പോവാണ്. ഇന്ന് മുതൽ എന്റെ ഭാര്യക്ക് ഭർത്താവില്ല, ഇന്ന് മുതൽ എന്റെ ഭാര്യക്ക് ഭർത്താവില്ല, അതുകൊണ്ട് വിധവയാക്കിയിട്ട് പോകുകയാ. വലൈക്കും അല്ലാ തൂലു, നിങ്ങളവളെ ഉപദ്രവിക്കല്ലേ, നിങ്ങളവളെ ബുദ്ധിമുട്ടിക്കല്ലേ. ഭർത്താവും ഭാര്യയുമൊത്ത് ടൂറിന് പോയി വാഹനാപകടം സംഭവിച്ചു. ഭാര്യ രക്ഷപ്പെട്ടു, ഭർത്താവ് മരണപ്പെട്ടു പോയാ ഭർത്താവിന്റെ കുടുംബക്കാര് പറയുമല്ലോ, പെണ്ണ് നീ എരണം കെട്ടവളാണ്, ഭാഗ്യം കെട്ടവളാണ്, നീ വീട്ടിലേക്ക് കാലെടുത്ത് വെച്ചത് കൊണ്ടാണ് എന്റെ പൊന്നുമോൻ മരിച്ചുപോയെന്ന്. എത്ര കുടുംബത്തിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, എത്ര പെൺകുട്ടികൾ അതിന്റെ പേരിൽ മാത്രം ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. വേണ്ട ഉമ്മ, അള്ളാന്റെ വിധിയെപ്പെടുക്കാൻ പറ്റൂല. എന്തിനാണ് വന്നു കയറിയ പെണ്ണിനെ ശപിക്കുന്നത്? പെണ്ണ് അബൂദാബിയിൽ കച്ചവടം ചെയ്തിരുന്ന സഹോദരൻ മലപ്പുറത്തുള്ള വീട്ടിലേക്ക് വരാൻ പോയി വാഹനാപകടം സംഭവിച്ചത് നമ്മൾ അറിഞ്ഞല്ലോ. വാഹനാപകടത്തിൽ 4 പേര് മരിച്ചതിൽ 2 പേര് മലപ്പുറം ജില്ലക്കാരായ മുസ്ലിങ്ങളാണ്. അബൂദാബിയിൽ മരണപ്പെട്ടു പോരാ ഒരു മുസ്ലിം ചെറുപ്പക്കാരനതാ നാട്ടിലേക്ക് വരാൻ തീരുമാനിക്കുന്നതിന് മുമ്പാണ് മരിക്കുന്നത്. അതേ നാട്ടിൽ താൻ തിരിച്ചെത്തുമ്പോ കാർഗോയിലേക്കുന്ന സാധനങ്ങൾ കറക്റ്റ് സമയത്ത് അവിടെ എത്താൻ വേണ്ടിയിട്ട് 2 മാസം മുമ്പേ തന്റെ ഭാര്യക്കും തന്റെ ഉമ്മാക്കും തന്റെ മക്കൾക്കും ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും പെട്ടിക്കകത്താക്കി അയച്ചിട്ടാണ് ആ സഹോദരൻ യാത്ര ചെയ്തത്. പക്ഷേ അപകടത്തിൽ അവിടെ മരണപ്പെട്ടു. ആ സഹോദരന്റെ മയ്യത്ത് നാട്ടിൽ കൊണ്ടുവന്നു. ആ മയ്യത്ത് വന്നതിന്റെ പിറകെ കാർഗോയിൽ സാധനം വരുന്നു. ഓരോന്ന് എഴുതി വെച്ചിരിക്കുകയാണ്. ഇതെന്റെ ഉമ്മാക്കുള്ള പെട്ടിയാണ്, ഇതെന്റെ ഭാര്യക്കുള്ള പെട്ടിയാണ്, ഇതെന്റെ പൊന്നുമോനുള്ളതാണ്, ഇതെന്റെ പൊന്നാര പൊന്നുമോൾക്കുള്ളതാണെന്ന് പറഞ്ഞ് ഓരോ പെട്ടിയിലെ ഓരോ സാധനങ്ങളും മാറ്റിവെച്ചിരിക്കുന്ന പ്രിയപ്പെട്ട സ്നേഹിതൻ അവിടെ വെച്ച് മരിച്ചുപോയില്ലേ? ഇതാ മയ്യത്ത് വിളിച്ചു പറയുന്നു. അതുകൊണ്ട് വലൈക്കും അല്ലാ തൂദൂഹും, നിങ്ങൾ എന്റെ കുടുംബക്കാരെ ഉപദ്രവിക്കല്ലേ. അവള് കാരണമായിട്ടാണ് ഞാൻ മരിച്ചതെന്ന് പറയല്ലേ. എന്റെ ഭാര്യയെ മാത്രമല്ല ഞാൻ വെടിയുന്നത്. വതറക്തു ഔലാദീ യുതമാ, എന്റെ മക്കള്, എന്റെ പ്രിയപ്പെട്ട മക്കള്, എന്നെ സ്നേഹിക്കുന്ന മക്കള്, ഉപ്പിച്ചാന്ന് വിളിച്ച് എന്റെ കൂടെ ഓടി വന്ന മക്കള്, ഞാൻ ജോലി കഴിഞ്ഞ് വീട്ടിൽ ചെല്ലുമ്പോ ഉപ്പിച്ചാന്ന് പറഞ്ഞ് തോളത്ത് കയറി ചുംബനം തരുന്ന എന്റെ മക്കള്, ആ മക്കളെ കണ്ട് കൊതി തീർന്നിട്ടില്ല. ആ മക്കൾക്ക് മുത്തം കൊടുത്ത് ആഗ്രഹം തീർന്നിട്ടില്ല. ഏത് രാത്രി ചെന്നാലും എന്റെ പ്രിയപ്പെട്ടവര്, ഈ സാധുവായ നൗഷാറുവാ കവി പോലും എന്റെ പ്രിയപ്പെട്ട അരുമ മക്കൾക്ക് ചുംബനം കൊടുത്തിട്ടാണ് എന്റെ ഡ്രസ് പോലും മാറ്റുന്നത്. കാരണം ഞാനും നിങ്ങളും അത്രത്തോളം നമ്മുടെ മക്കളെ സ്നേഹിക്കുന്നവരല്ലേ. കൊതി തീരുന്നത് വരെ മക്കളെ കാണാൻ, ആ മക്കൾക്ക് ചുംബനം കൊടുക്കാൻ, ആ മക്കളെ താലോലിക്കാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം തരട്ടെ. ആ മയ്യത്തിന്റെ റൂഹഞ്ചാമത് വിളിച്ചു പറയുന്നു. വതറക്തു ഔലാദീ യുതമാ, എന്റെ പൊന്നുമോനെ ഇന്നു മുതൽ യതീമാണ്, എന്റെ പൊന്നുമോൾ ഇന്നു മുതൽ യതീമാണ്. അതുകൊണ്ട് വലൈക്കും അല്ലാ തൂദൂഹും, നിങ്ങളവരെ ഉപദ്രവിക്കല്ലേ, നിങ്ങളവരെ ബുദ്ധിമുട്ടിക്കല്ലേ, നിങ്ങളവരെ പ്രയാസപ്പെടുത്തല്ലേ എന്ന് നമ്പരത്തോടെ വിളിച്ചു പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കളെ യതീമാക്കിയിട്ട് പോയാൽ ആര് നോക്കും എന്റെ മുസ്ലിമേ? ആ മക്കള് ആര് വളർത്തും എന്റെ പ്രിയപ്പെട്ടവരെ? നമ്മുടെ മക്കള്. കൊച്ചാപ്പയുണ്ട്, അനിയനുണ്ടെന്നൊക്കെ നമ്മൾ പറയുമെങ്കിൽ അവർക്കൊരു പരിധിയില്ലേ? അത് കഴിഞ്ഞ നമ്മുടെ മക്കള് ഭക്ഷണം കിട്ടാതെ നടുറോട്ടിൽ വലിച്ചെറിയപ്പെട്ടാൽ നമ്മുടെ കുടുംബത്തിന്റെ പ്രിയപ്പെട്ട മക്കൾ ആർക്കും വേണ്ടാറ് യതീംഖാനയുടെ വിറകിലേക്ക് മാറ്റപ്പെടുമ്പോ അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് ഇഖ്ലാസോടുകൂടി ഒരു ദുആയും ഒരു സൂറത്തും നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാൻ പോവാണ്. നന്മയുടെ മരണത്തിന് വേണ്ടി ഒരു സൂറത്തും ഒരു ദുആയും പഠിപ്പിച്ചു തരാൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അല്ലാഹുവേ, എത്ര നല്ല മജ്ലിസാണ്. ദൂരെ നിൽക്കുന്നവരും ദൈവം ഇറങ്ങി വാ, എല്ലാവരും വാ, എല്ലാവരും വാ. ഒരാളും ഒരു വെറുപ്പും ബുദ്ധിമുട്ടൊന്നും വിചാരിക്കും. ഈ സദസ്സിൽ വന്ന്
നിറഞ്ഞു നിന്ന് ആമീൻ പറഞ്ഞാൽ ഒരുപാട് പേരും യുവാക്കളാണ്. അതുകൊണ്ട് നിങ്ങൾ ആമീൻ പറഞ്ഞാൽ ആ ദുആക്ക് അള്ളാഹുവിന്റെ മുന്നിൽ അള്ളാഹു പരിഗണിക്കും എന്ന് ഉറപ്പുള്ളത് കൊണ്ട് പറയാണ്. ഇഖ്ലാസോടെ ആമീൻ പറയും. ഒരുപാട് ഉസ്താദുമാര്, മുത്തഅല്ലിമീങ്ങള്, ഉമ്മ പെങ്ങന്മാര്, സഹോദരിമാരൊക്കെ ഉണ്ട്. അള്ളാഹു സ്വീകരിക്കട്ടെ.